ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. സങ്കീർത്തനങ്ങൾ 51:10. ന്യൂയോർക്കിൽ വളരെ കുപ്രസിദ്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഓർവില്ലെ ഗാർട്ട്നർ എന്നാണ്. അദ്ദേഹം തല്ലുകൊള്ളിയാണ്, സ്ട്രീറ്റ് ഫൈറ്റർ. അദ്ദേഹത്തിൻ്റെ ഹോബി ആളുകൾ കൂടുന്നിടത്ത് വന്ന് ബോക്സിംഗ് നടത്തി, കാശ് വെച്ച് ബോക്സിംഗ് നടത്തി ആളുകളെ തോൽപ്പിക്കുക, അങ്ങനെ സമ്മാനം നേടുക എന്നുള്ളതാണ്. നല്ല ഉയരവും പൊക്കവും വണ്ണവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പലർക്കും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കുപ്രസിദ്ധ കുറ്റവാളിയായി മാറി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം ധനം വന്നു ചേർന്നു, ധാരാളം കൂട്ടാളികൾ ഉണ്ടായി. ഒരു ഗാങ് മാസ്റ്റർ പോലെയായി അദ്ദേഹം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ വെള്ളത്തിൽപ്പെട്ട് മുങ്ങി മരിച്ചു. അത് അദ്ദേഹത്തെ വളരെ ദുഃഖിതനാക്കി. ഒരു ദിവസം അദ്ദേഹം കൂട്ടുകാരോടുകൂടെ ബാറിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടുള്ള ഒരു രാത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് ശുദ്ധവായു ശ്വസിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു നക്ഷത്രം കണ്ടു. അപ്പോൾ ആ നക്ഷത്രം കണ്ടപ്പോൾ ഈ മനുഷ്യന് തൻ്റെ മരിച്ചുപോയ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ കൊച്ചുമകൻ ഇപ്പോൾ എവിടെയായിരിക്കുമോ? എവിടെയാണെങ്കിലും ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് അവനെ ഇനി ഒരിക്കലും കാണാനാവുകയില്ല. ആ രാത്രിയിൽ ഗാർട്ട്നർ ഓർവില്ലെ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം മാനസാന്തരപ്പെട്ടു, ഒരു പ്രൊട്ടസ്റ്റന്റ് സുവിശേഷ പ്രഘോഷകനായി മാറി. നാം ഇങ്ങനെ പോയാൽ നമുക്ക് നമ്മുടെ ദൈവത്തെ കാണാനാവുമോ? നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് ഈ നോമ്പുകാലം അതിനുള്ള ഒരു ഉണർത്തുപാട്ടായി മാറട്ടെ. പിതാവായ ദൈവമേ, ഈ 40 ദിവസങ്ങൾ ഞാനൊരു ഭാരമായിട്ടല്ല, ഒരു സമ്മാനമായി കാണട്ടെ. കൃപയിൽ വളരാനുള്ള എൻ്റെ അവസരം ഇതാ. നീ എന്നെ വിളിച്ച വ്യക്തിയാകാനുള്ള എൻ്റെ അവസരം ഇതാ. ഈ പ്രത്യേക ദിവസങ്ങൾ ഞാൻ പാഴാക്കാതിരിക്കട്ടെ. ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ നിൻ്റെ കൃപയോട് ചേർന്ന് പ്രവർത്തിക്കട്ടെ. ഇന്ന് നമ്മുടെ സഹായം ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ മടി കാണിക്കാതിരിക്കുക.